ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 34. അപ്പോൾ രാവിലെ പതിപോലെ തന്നെ ലൈവ് ഓണാക്കി ജാസ്മിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ചായം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അടി പൊട്ടുന്നത്. അപ്പോൾ ഓഡിയോ നോക്കിയപ്പോൾ ജാൻമണിയും നോറയും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ മോർണിംഗ് ടാസ്കിൽ എന്തോ പറഞ്ഞതിൻ്റെ പേരിലുള്ള ഒരു അടിയാണ്. അപ്പോൾ കാര്യം എനിക്ക് കേൾക്കാൻ പറ്റില്ല, അപ്പോഴേ ഞാൻ ഇത്തിരി ലേറ്റായി പോയി. അങ്ങനെ ഇഷ്യൂ ആയി, രണ്ടുപേരും നല്ല രീതിയിൽ സ്പാർക്കായി നിൽക്കുന്ന ടൈം. നോറയ്ക്ക് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നോറ ഇപ്പോൾ എന്ത് കാര്യത്തിൽ കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നോറ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോറയുടെ നോ എന്ന് പറഞ്ഞു കേട്ടാൽ തന്നെ അപ്പോൾ എന്തിന് നോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന സിറ്റുവേഷനിലാണ് നോറ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന നോറയുടെ അടുത്ത് പോയിട്ട് ജാൻമണി എന്തോ പറയുമോ, ജാൻമണി നോറയുടെ എന്തോ പറയുക, അത് കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. എന്തായാലും രണ്ടുപേരും അടിപൊട്ടിയ സിറ്റുവേഷനിൽ ഒന്ന് രണ്ട് പറഞ്ഞ് നിൽക്കല കയറി കയ്യോ ഓങ്ങുന്ന ഒരു ജാൻമണിയാണ് ഞാനവിടെ കണ്ടത്. അപ്പോൾ അഭിഷേക് പിടിച്ച് മാറ്റുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് മാറ്റിയതുകൊണ്ട്, അല്ലെങ്കിൽ നോറ കിട്ടുന്ന പൊട്ടിയാണ് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജാൻമണിയുടെ ലെവല്, അതായത് ജാൻമണീനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുവരുന്നത് ജാൻമണി ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അതേസമയം ജാൻമണിക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ ഏതെങ്കിലും ഒരു നോമിനേഷനിൽ ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജാൻമണി വേറെ ലെവലിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരാളെ കൈ ഓങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീമാണ്. അത് ഓൾറെഡി വാണിംഗ്, അതിൻ്റെ അകത്തൊരു എവിക്ഷൻ നടന്ന സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത് അഭിഷേക് ശ്രീകുമാർ എന്നൊരു വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ കയറിയതിനെതിരെ ഒരു ടീമുകൾ, അറിയാലോ ഏത് ടീമാണെന്ന്, ആ ടീമുകൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പാടില്ല, എത്രയും പെട്ടെന്ന് എലിമിനേറ്റ് ആക്കണം, അതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരാരും ഇന്നത്തെ ഒരു ദിവസം ഞാനൊരു സ്റ്റോറി, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറിയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, ഒരു സ്റ്റോറി ഇട്ട് പോലും പ്രതികരിച്ചില്ല എന്നാണ്. അപ്പോൾ അവരാരും ഒന്നും കണ്ടില്ല എന്ന് മാത്രം പറയരുത്, കണ്ടില്ല എന്ന് നടിച്ചു. അപ്പോൾ അവരുടെ ആളുകൾ എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല. അവർക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ വലിയ വിഷയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ബിഗ് ബോസിൻ്റെ പുറത്തോട്ട് നമ്മുടെ കണ്ടന്റുകൾ കൊണ്ടുപോകുന്നില്ല, നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുക. അപ്പോൾ ഈ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ഇഷ്യൂ ലൈവിലെ കാര്യമാണ്, എപ്പിസോഡിലെ കാര്യമില്ല നമ്മൾ ലൈവിൽ പിന്നെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ നോറ തന്നെയാണ് അടുത്ത ക്യാരക്ടർ. നോറ അഭിഷേക് എസ് കൂടി സംസാരിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് നമ്മുടെ ജിൻഡോ ബ്രോയാണ്. അപ്പോൾ ജിൻഡോ ബ്രോ ഇങ്ങനെ ഗ്രാഫ് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര പീക്ക് ലെവലിൽ ഇയാളുടെ ഫാൻസിനെ കൊണ്ടു നിൽക്കും, നമ്മളെല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിറ്റേ ദിവസം ഇങ്ങനെ കൊണ്ട് എന്തെങ്കിലും വള്ളിക്കേസിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അഭിഷേകിൻ്റെ കാലിൽ കയറി പിടിച്ചു, അത് 3 വട്ടം പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വീഡിയോ കാണാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അഭിഷേക് പറയുന്നതാണോ ശരി, അതോ ജിൻഡോ പറയുന്നതാണ് ശരി? ജിൻഡോ സമ്മതിക്കുന്നുണ്ട്, ഞാൻ ഉറക്കത്തിൽ അറിയാണ്ട് പിടിച്ചിട്ടുണ്ട്, കൈ തട്ടി മാറ്റിയത് അറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ 3 തവണ പിടിച്ചത് ഓർമ്മയില്ല, ഒരു തവണ പിടിച്ചപ്പോൾ കൈ തട്ടി മാറ്റിയത് ഓർമ്മയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അഡ്മിറ്റ് ചെയ്തു, പക്ഷേ അത് വേറെ രീതിയിലൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ വീഡിയോ കാണാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ജിൻഡോൻ്റെ പ്രശ്നം. ഇമാതിരി വള്ളിക്കേസിൽ പോയി പിടിക്കല്ലേ എന്ന് പറയാനുള്ളൂ ജിൻഡോനോട്. കാരണം പുറത്തുള്ള ആളുകൾ ജിൻഡോൻ്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ അമ്മാതിരി രീതിയിൽ നമ്മൾ പൊക്കി വെക്കുമ്പോൾ ജിൻഡോ പോയിട്ട് ഇങ്ങനത്തെ ഈ കേസിലേക്ക് തല വെച്ചിട്ട് ബാക്കിയുള്ളവരെ താളം കെടുത്തുന്ന സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വീഡിയോ കാണാത്തതുകൊണ്ട് ഒരു സൈഡ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജിൻഡോക്കെതിരെ ഓൾറെഡി നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന ഒരു ആക്ഷേപമാണ് ഈ ഒരു കാര്യം. അതായത് ഇപ്പോൾ ഗബ്രി ആയാലും വേറെ പലരും ഈ ഒരു കാര്യത്തിൽ ജിൻഡോയെ ലോക്കിട്ടിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ഷേപം ഇറക്കിയേക്കുന്നത് ഇപ്പോൾ ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന് ഇറക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കറിയാം, പുറത്ത് വെച്ച് ഓൾറെഡി എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ജിൻഡോക്കെതിരെ ഈ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി പിടിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചൊരു ഗെയിം ഇട്ടാണോ എന്നും അറിയില്ല. പിന്നെ ജിൻഡോ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, കണ്ടന്റിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഇനി പിടിച്ചിട്ട് രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കിടന്ന് കരയാൻ വേണ്ടി ചെയ്താണോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ കൈമ പിടിച്ചു കാലുമ പിടിച്ചു എന്നൊക്കെ പറയുന്നത്, നമ്മൾ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ തോളത്ത് കൈയിടും, കൈ പിടിക്കും, കാല് പിടിക്കും, ഇതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നോർമലായിട്ടുള്ള നമ്മളൊക്കെ പോയിട്ട് ഒരു പെൺകുട്ടിയെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഒരു ആണിനോട് അങ്ങനെ ഓപ്പണായി, അതായത് ചിന്തിക്കില്ല, നമ്മളങ്ങനെ തോളത്ത് കൈയിടുമ്പോഴോ ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ അതിൻ്റെയും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വീഡിയോ കാണുന്നത് നമുക്ക് ഇതിനൊരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു അഭിപ്രായം പറയാത്തൊരു സിറ്റുവേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് ആണ്. അതായത് ക്യാപ്റ്റന് വേണ്ടിയുള്ള വോട്ടിംഗ്, ഒരു ഇലക്ഷൻ മോഡിലാണ് ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്ക് വെച്ചത്. അതായത് ടാസ്ക് അല്ല, വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ. അപ്പോൾ അതിനുവേണ്ടി നോമിനേഷൻ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വരിക എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നോറ റബലാവുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. നോറക്ക് ജിൻഡോയെ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു, നോറക്ക് മാത്രം ജിൻഡോയെ ക്യാപ്റ്റനാക്കാൻ താല്പര്യമില്ല. എന്നാൽ നോറക്ക് ധൈര്യമായിട്ട് തന്നെ ഞാൻ ക്യാപ്റ്റൻ ആവുന്ന ആ സിറ്റുവേഷനിൽ പറയായിരുന്നു, പക്ഷേ നോറ അവിടെ പറഞ്ഞില്ല. അപ്പോൾ നോറയുടെ കണ്ടന്റുകൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ കത്തി കയറി വന്നതാണ്. ഇപ്പോൾ ഓവറാക്കി ചളമാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നോറ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതോടെ മാറ്റി വെക്കട്ടെ, ഇനിയുള്ള എപ്പിസോഡുകളിലുള്ള പ്രകടനം കണ്ടിട്ട് നമുക്ക് അതിനൊരു വിലയിരുത്തേണ്ടി വരും, ഉറപ്പാണ്. എന്ന് വെച്ചാൽ ആ ഒരു ലെവലിലോട്ട് നോറ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോറ റബലായെങ്കിലും ഓക്കെ, സീക്രട്ട് ഏജൻ്റൊക്കെ പറഞ്ഞു, സായൊക്കെ പറഞ്ഞു ഓക്കെ ഇതിൻ്റെ വോട്ട് വേണ്ട, ബാക്കിയുള്ള വോട്ട് മതി എന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ
സിബിൻ്റെ ടീമാണെങ്കിലും അൻസിബി ആണെങ്കിലും ഇവരെല്ലാവരും തീരുമാനിച്ചു. അവരുടെ ടീമിൽ നിന്ന് ശ്രീധുവിനെ നോമിനേഷനിൽ വിട്ടിട്ട് അവർ 4 പേര് അവരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യാന്നുള്ളത്. അതായത് ശ്രീധുവിന് 0 വോട്ട് വരുന്ന സിറ്റുവേഷനിലോട്ട് മാറ്റിയിട്ട് അതായത് അവരൊരു ഗെയിം അവിടെ ഇറക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് വൻ കോമഡി നടന്നത്. അവിടെ ഒരാൾ ഗെയിം ചേഞ്ചറായിട്ട് വന്നു, ശ്രീരേഖ. വൻ ട്വിസ്റ്റായിരുന്നു ഗെയിമിൽ. അവിടെ പോയിട്ട് നോമിനേഷനിൽ ഓരോ ടീമിൽ ഓരോരുത്തർ എണീറ്റ് നിന്ന സിറ്റുവേഷനിൽ ശ്രീരേഖ അങ്ങ് ചാടിക്കയറി എണീറ്റുന്നു. അതായത് ശ്രീരേഖ അവിടെ ഒരു നന്മമരം കളിക്കാൻ നോക്കിയതാണ്. അതായത് ആരും വോട്ട് കിട്ടാണ്ടുള്ളൊരു നാണക്കേട് ശ്രീധുവിന് വരണ്ട, ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ നന്മമരം കളിക്കാൻ നോക്കിയതാണ്. പക്ഷേ പണിപാളി. കാരണം ശ്രീധുവിന് ക്യാപ്റ്റൻ ആകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പണായിട്ട് പറയാനുള്ള ധൈര്യമില്ല. ശ്രീധു പലരും പോയിട്ട് വോട്ട് ചോദിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് മനസ്സിലാവും. ശ്രീധു ടീമിലെല്ലാവരും പറയുന്നത് കൊണ്ട് ഓക്കെ ജിൻഡോന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ശ്രീധുവിന് നല്ല രീതിയിൽ മത്സരിച്ച് ക്യാപ്റ്റൻ ആവണമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പണായിട്ട് പറയാനുള്ള ധൈര്യം കാണിച്ചില്ല. അയാൾക്ക് ക്യാപ്റ്റൻ ആവണമെങ്കിൽ അത് ഓപ്പണായിട്ട് പറയണം. അല്ലാണ്ട് ഇതുപോലെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നിന്ന് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ശ്രീധുവിനില്ല. അത് ശ്രീധു ചെയ്തത് തെറ്റാണ്. അപ്പോൾ ശ്രീധുവിന് ഇതുപോലെ 0 വോട്ടിൻ്റെ ഒരു നാണക്കേട് വേണ്ട, അതിൽ നിന്ന് രക്ഷിക്കാമെന്നുള്ളൊരു നന്മവരം കളിക്കാൻ നോക്കിയതാണ് നമ്മുടെ ശ്രീരേഖ. പണിപാളി നാറ്റുകേസായി. സെബിൻ അതിനെ വലിച്ചു കീറി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ പറയാനില്ല, ഗബ്രിയൊക്കെ വോട്ടിങ് വന്നിട്ട് ആര് വോട്ട് ചെയ്യാനാണ് ഗബ്രിക്കൊക്കെ? അവരുടെ ടീമിലുള്ളവരല്ലാണ്ട് വേറൊരാളുടെ വോട്ട് കിട്ടിയില്ല. ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നത് അതൊന്നുമല്ല. ഗെയിം ചേഞ്ചർ ആയത് ഇപ്പോൾ വേറൊരാളാണ്, ജാസ്മിൻ്റെ വോട്ട് പോലും ഗബ്രിക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ്. ജാസ്മിൻ നൈസായിട്ട് അതായത് അഭിഷേക് ഓരോ ടീമിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാമല്ലോ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അങ്ങനെയാണ് ഏറ്റവും അതിൽ നിന്ന് അഭിഷേകിന് വോട്ട് ചെയ്തു. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. കൂടുതൽ നേരം ജാസ്മിൻ അഭിഷേകിൻ്റെ കൂടെ, അഭിഷേക് ജഗദീപിൻ്റെ കൂടെ ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നു. നീ അങ്ങനെ കളിക്ക്, നീ ഇങ്ങനെ കളിക്ക്, നിൻ്റെ കൂടെ എനിക്ക് ഓപ്പണായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ജാസ്മിൻ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് ഇന്നിപ്പോൾ അഭിഷേക് ജയദീപിൻ്റെ അടുത്ത് കാണുന്നത്. കാരണം ജാസ്മിന് ഗബ്രിയെ വിട്ട് മാറി നിന്ന് കളിക്കണമെന്നുള്ളൊരു നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഗബ്രിയാണ് അതായത് വേതാളം കയറി പിടിച്ച പോലെ ഗബ്രി എന്തൊക്കെ ചെയ്തത്. ഗബ്രി ഓപ്പണായിട്ട് പറഞ്ഞു എനിക്ക് കപ്പ് വേണ്ട, എനിക്ക് ജാസ്മിനെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതേപോലത്തെ ഒരു പയ്യാവേലിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ജാസ്മിന്. അപ്പോൾ ജാസ്മിൻ അതിന് പറ്റും. ജാസ്മിനോട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ളൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു. പകരം ഒരാളെ കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഭിഷേക് ജയദീപാണ് അടുത്ത എര. അഭിഷേക് ജയദീപിൻ്റെ കൂടെ അവൾ എന്ത് കാണിച്ചാലും പുറത്ത് നെഗറ്റീവ് വരില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഒരു പുതിയൊരു കോംബോ വരാൻ പോവുകയാണ്. അഭിഷേക് ജയദീപും ജാസ്മിനും. ഇതിനെ എതിർക്കാൻ പോകുന്ന ഗബ്രിക്ക് 8ൻ്റെ പണി ജാസ്മിൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഇതെല്ലാം കാണാം. അടുത്ത തന്നെ അല്ല ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് നമുക്ക് കാണാം. കാരണം ജാസ്മിന് ഇതുവരെയുള്ള കണ്ടന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ജാസ്മിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയ നെഗറ്റീവ് എല്ലാം അലക്കി വെളുപ്പിച്ച് പോസിറ്റീവ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ജാസ്മിൻ കളിക്കാൻ പോകുന്നത്. അത് എത്രത്തോളം പോസിറ്റീവ് ആകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ്. ജാസ്മിന് സംസാരിക്കാൻ നല്ല കഴിവുണ്ട്. അപ്പോൾ ജാസ്മിന് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നല്ലൊരു ബോധ്യമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഇനിയുള്ള പെർഫോമൻസിലൂടെ ജാസ്മിൻ ഉണ്ടാക്കിയ നെഗറ്റീവ് എല്ലാം മാറ്റിയെടുക്കാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. അതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അഭിഷേക് ജയദീപിനെയാണെന്ന് മാത്രം. കാരണം നെഗറ്റീവ് ആവരുത്. ഇനിയൊരു ആണിൻ്റെ കൂടെ പോയിട്ട് നെഗറ്റീവ് ആവരുത്. കാരണം അഭിഷേക് ജയദീപിന് പെണ്ണുങ്ങളെല്ലാം പെങ്ങന്മാരാണെന്ന് ഓൾറെഡി നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ പിന്നെ അവിടെ സേഫാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണുന്നത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നല്ല കോമഡി ആയിരിക്കുള്ളൂ. ഗബ്രിക്ക് ഉണ്ടാകാൻ പോകുന്ന അതായത് തേപ്പ്, ഗബ്രിക്ക് കിട്ടാൻ പോകുന്ന തേപ്പ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ പ്രേക്ഷകർക്ക് കാത്തിരുന്നൊരു കാര്യമാണ്. ഇനി നോറ അഗൈൻ അതായത് ഈ ക്യാപ്റ്റൻസിയിലോട്ട് വന്ന് നോമിനേഷനിൽ നിൽക്കുന്നവരോട് ചോദ്യം ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നോറ ചോദിച്ചു, പലരും പല ചോദ്യങ്ങളും ചോദിച്ചു. അതിൽ നോറ ചോദിച്ച ചോദ്യമാണ് ഹൈലൈറ്റ് ആയത്. ഇത് ജിൻഡോയോടാണ് ചോദിച്ചത്. അതായത് ജിൻഡോക്ക് വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മാറിയെന്നാണ്. സ്വന്തം ടീമിൽ ആൾ മാറിയെന്ന ഒരാൾ നോറ മാത്രമാണ്. അപ്പോൾ നോറ അവിടെ ഒരു ചോദ്യം ചോദിച്ചു. താൻ ക്യാപ്റ്റനായി വന്ന ടൈമിൽ, അതായത് പവർ ടീമിൽ വന്ന ടൈമിൽ കാണിച്ചു കൂട്ടിയ ഷോ ഒക്കെ ഇനിയും കാണിക്കുമോ എന്ന് പറഞ്ഞു. ഒറ്റ ഡയലോഗ് ഉണ്ട്, കാണിക്കും. പിന്നെ ഇന്നത്തെ ദിവസം നോറ വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അടഞ്ഞതാണ് നോറയുടെ വായ, പിന്നെ തുറന്നിട്ടില്ല. അങ്ങനെ ഒരു നല്ലൊരു അടച്ച ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നോറക്ക് പിന്നെ വോയിസ് ഇല്ല എന്നുള്ളത് ഇന്നത്തെ ലൈവിൽ കാണാൻ പറ്റും. ഒരു 1.5 മണിക്കൂറത്തേക്ക് നോറ പിന്നെ വേണ്ടിയിട്ടില്ല, വാ തുറന്നിട്ടില്ല. അങ്ങനെ നോറ വോട്ടും കൊടുത്തില്ല. നോറ ആർക്കാ വോട്ട് ചെയ്ത് മറന്നുപോയി. എന്തായാലും അതൊരു പ്രസക്തിയില്ല. ക്യാപ്റ്റനായല്ലോ നമ്മുടെ ജിൻഡോ, ക്യാപ്റ്റനായി. വൻ ഭൂരിപക്ഷത്തോടു കൂടി ജിൻഡോ ക്യാപ്റ്റനായി. സത്യം പറഞ്ഞാൽ ആവണ്ടായിരുന്നു. ജിൻഡോക്ക് കൂടുതൽ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവ് പുള്ളി തന്നെ മണ്ടത്തരത്തിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതൊരു സൈഡിൽ കൂടി പോസിറ്റീവാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞൊരു ബാധ്യതയാണ്. അത് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും പുള്ളിക്ക്. അത് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഡൗട്ട്. അപ്പോൾ എന്തായാലും അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന കാര്യം ജയിൽ നോമിനേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപമാണ് കേട്ടോ, സഹതാപം. വല്ല കാറിൽ ഇരുന്ന് റിവ്യൂ ചെയ്താൽ പോരായിരുന്നു എന്ന് എല്ലാ റിവ്യൂവിലും പറയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പുള്ളിക്കാരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഓരോ കളികളുടെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഭാര്യയുടെ ഒരു അവസ്ഥയും ഇന്ന് വന്ന് ഒരാഴ്ച ആയില്ല അതേ ജയിലിൽ പോയി കിടക്കുന്നുണ്ട്. അതായത്
സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പുള്ളിക്കാരുടെ ഗെയിം എന്താണെന്ന്, ഇനി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അതായത് ആർക്കെങ്കിലും ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് കാര്യം പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. പുള്ളിയുടെ കാര്യം തീർന്ന്. അതായത് ഫയറായിട്ട് വന്ന് കരി പോലും ഇല്ലാത്ത അവസ്ഥ, ചാരം പോലും ഇല്ലാത്ത അവസ്ഥയിലായിട്ട് അങ്ങ് അണഞ്ഞു പോയിട്ടുണ്ട് സായി. അപ്പോൾ ഈ സായി ഇതിൽ നിന്നൊരു ഉയർത്തണിപ്പോൾ ഇനി ജയിലിൽ നിന്ന് വന്നിട്ട് വേറൊരു വെർഷനായിട്ടുള്ള ഒരു സായി പുറത്തു വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. ഒരു നോമിനേഷനിൽ വന്നാൽ പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സായിക്ക്. അധികം നാൾ ഓടാൻ ചാൻസ് ഇല്ലാത്തൊരു വണ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈൽഡ് കാർഡുകൾ കയറിയതിന് ശേഷം നല്ല രീതിയിൽ ചേഞ്ച് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുണ്ട്. പലർക്കും പല രീതിയിലുള്ള കണ്ടന്റുകൾ മാറ്റങ്ങൾ, അതായത് ഒരു നിലവാരമില്ലാണ്ട് കടന്നിരുന്ന കണ്ടന്റുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള കണ്ടന്റുകളിലോട്ടുള്ള ഒരു ചേഞ്ച്, അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. നേരത്തെ മുന്നേ കണ്ടന്റ് ഉണ്ടായിരുന്നു വെച്ചാൽ കണ്ടന്റ് ഉണ്ടായിരുന്നു തന്നെ പറയണം, പക്ഷേ അതിൻ്റെ ഒരു നിലവാരം ഒത്തിരി കൂടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സിബിനായാലും അഭിഷേക് അഭിഷേക് ശ്രീകുമാറിനെ പറ്റി എടുത്ത് പറയണം. കാരണം അഭിഷേക് ജയദീപ് പറഞ്ഞത്, അഭിഷേക് ജയദീപ് ആ ഹൗസിലില്ലെങ്കിൽ പുള്ളിക്ക് കണ്ടന്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അഭിഷേക് ശ്രീകുമാർ ഇല്ലെങ്കിൽ അഭിഷേക് ജയദീപിന് അവിടെ കണ്ടന്റ് ഇല്ല. പുള്ളി കാര്യമായിട്ട് അതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല. സെബിൻ എന്ന് എടുത്ത് പറഞ്ഞു യു ആർ എ യൂസ്ലെസ് കണ്ടസ്റ്റന്റ് എന്ന്. അപ്പോൾ അത് കറക്റ്റാണ്. കാരണം മറ്റേ പുള്ളി ഒരു സൈഡിൽ ഹൗസിലെല്ലാവരും ഒരു ഫേവറേറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഹൗസിൻ്റെ അകത്തും ഹൗസിൻ്റെ പുറത്തും ഒരേപോലെ ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ പുള്ളി ഈ അഭിഷേക് ജയദീപിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന രീതി, അത് തന്നെയാണ് ഏറ്റവും വലിയ ഇത്. അതായത് മറ്റുള്ളവരുടെ മുന്നിലും ഇടയിൽ മാറി ഇരുന്നിട്ട് ഒന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യത്തെ പറ്റി, ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷേ പുള്ളി ഭയങ്കര ഫണ്ണായിട്ട് അവിടെ ഓടി കിടന്നു. ഇന്നത്തെ ടാസ്ക് കൊടുത്തതിൽ ആ ഡാൻസ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം അഭിഷേക് ജയദീപ് ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് തന്നെ ഇങ്ങനെ നടക്കുന്ന ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഭയങ്കര സെൻസിറ്റീവാണ്. ഉള്ള കാര്യം പറയാമല്ലോ, പുള്ളി ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ ചെറിയ ഇഷ്യൂവിന് പോലും വല്ലാണ്ട് അങ്ങ് ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ജയദീപിന് ഇപ്പോൾ കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ്. നേരെ തിരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഗെയിം ഇനി ഒന്നും കൂടി ആൾ പിടിച്ച് കളിച്ച് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഓൾറെഡി നല്ല ഫാൻ ബേസ് ഒന്നും ചെയ്യാണ്ട് തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യത്തോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി കയറി വന്നു കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകൾ, നെഗറ്റീവ് കണ്ടന്റുകൾ, ഈ മാതിരി വള്ളിക്കേസ് കണ്ടന്റുകളല്ല ഞാൻ പറയുന്നത്, നേരെ ഉള്ള കണ്ടന്റുകൾ, ബി കണ്ടന്റുകൾ ഉണ്ടാക്കിയാൽ പുള്ളി കയറി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ സെബിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒന്നാന്തരം ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഒരു ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് നമുക്കൊരു കണ്ടസ്റ്റൻറ്റ് കാണിക്കാനായിട്ട് ബിഗ് ബോസ് സീസൺ 6 ഉണ്ടോ അത് സെബിനാണ്. വൈൽഡ് കാർഡായിട്ട് വന്നു എന്നുള്ളൊരു തെറ്റാണ്. പുള്ളി എന്തുകൊണ്ട് ആദ്യത്തെ ഡേ 1 മുതൽ കയറ്റി വിടേണ്ട ഒരു മുതൽ തന്നെ ആയിരുന്നു. പിന്നെ പുള്ളി കപ്പടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ എന്നൊരു വൻമരം മുന്നിൽ നിൽക്കുന്നത് വോട്ടിങ്ങിനെ ബാധിക്കാൻ വൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കയറി കളിക്കുന്നതുകൊണ്ട് വോട്ട് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഈ എലിമിനേഷനൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പുറത്തു പോകും. പിന്നെ ഈ സൺഡേ എപ്പിസോഡിൽ പുറത്തു പോയ സിജോ തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ വോട്ട് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ആവും. നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആഴത്തിൽ അങ്ങ് മനസ്സിൽ കയറുന്ന ടൈപ്പ് കണ്ടന്റുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ വോട്ടിങ്ങിൻ്റെ കാര്യം ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹൗസിലുള്ള ആളുകൾ മനസ്സിലാക്കി നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയാൽ അവിടെ പിടിച്ചു നിൽക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ഓരോ വീക്കായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നാളത്തെ ലാലേട്ട് വരുന്ന എപ്പിസോഡ് കണ്ടിട്ട് സംസാരിക്കാം. അതുവരെ ബൈ.